ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ നാട്ടിൻപുറത്തിന്റെ ഗ്രാമഭംഗി തന്റെ ക്യാമറയിൽ പകർത്തിയെടുക്കാനായി വരുൺ ആ നാട്ടിൻപുറത്തുള്ള ആ പുഴയോരത്തേക്ക് എത്തുന്നു. അപ്പോഴാണ് അവിടെ രാധിക കുറച്ച് കുട്ടികളെ നൃത്തം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നൃത്യം അഭ്യസിപ്പിക്കുന്ന രാധികയുടെ മുഖം കൃത്യമായി തന്നെ വരുണിന്റെ ക്യാമറയിൽ പതിഞ്ഞു. വരുൺ ഉടനെ തന്നെ ഫോട്ടോ എടുക്കാനായി അവിടേക്ക് ചെന്നു. കുട്ടികളോടൊപ്പം നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന രാധികയുടെ ചിത്രങ്ങൾ തന്റെ ക്യാമറയിൽ പകർത്തുകയും അതിനുശേഷം വീണ്ടും നൃത്തം ഓരോ ചുവട് വെക്കുമ്പോഴും അത് പകർത്തിയെടുക്കാനായി ശ്രമിക്കുന്നതിനിടയിൽ പെട്ടെന്ന് രാധികയുടെ കാല് വഴുതി രാധിക നിലത്ത് വീഴുന്നു. അപ്പോഴേക്കും കുട്ടികൾ എല്ലാവരും രാധികയുടെ അരികിലേക്ക് ഓടിയെത്തി അയ്യോ രാധികജി എന്ന് വിളിച്ച് എന്താ സംഭവിച്ചതെന്നറിയാനായി അരികിലേക്ക് വരുമ്പോ അത് ആ നിമിഷം തന്നെ രാധിക തന്റെ കാലൊന്ന് വഴുതിയതാണ്, കുഴപ്പമില്ല എന്ന് കുട്ടികളെ പറഞ്ഞ് സമാധാനപ്പെടുത്തുമ്പോഴാണ് അവിടേക്ക് ഓടിയെത്തി വരുൺ അതെ ഒരു മിനിറ്റ് എഴുന്നേക്കല്ലേ എന്ന് പറഞ്ഞ് രാധിക അവിടെ വീണിരിക്കുന്ന ആ ഫോട്ടോ കൃത്യമായി തന്റെ ക്യാമറയിൽ പകർത്താൻ ശ്രമിക്കുമ്പോൾ കൈകൾ കൊണ്ട് തന്റെ മുഖം തടസ്സപ്പെടുത്തിക്കൊണ്ട് രാധിക വീണ്ടും വരുണോട് ചോദിച്ചു, താൻ ആരാടോ പെൺകുട്ടികളുടെ ഫോട്ടോ അവരുടെ അനുവാദം ഇല്ലാതെ എടുക്കാൻ തന്നോട് ആരോടോ പറഞ്ഞത് എന്ന് ചോദിച്ച് രാധിക വരുണിനോട് ദേഷ്യപ്പെട്ടു. കുട്ടികളോടൊപ്പം നിന്ന രാധിക വേഗം എഴുന്നേൽക്കുന്നത് കണ്ട് വരുൺ വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ച് രാധികയെ തന്നെ നോക്കിയിരുന്നു. അപ്പോഴേക്കും രാധികയെ നോക്കി വരുൺ പറഞ്ഞു, തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞപ്പോ രാധിക കലിയോടെ വരുണിനെ നോക്കി, അങ്ങനെ കാണാൻ ഭംഗിയുള്ള എന്തുണ്ടെങ്കിലും എൻ്റെ ഈ ക്യാമറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, കാണാൻ ഭംഗിയുള്ളതെല്ലാം എൻ്റെ ഈ ക്യാമറയിൽ പകർത്തിയെടുക്കും, അതാണ് ഈ ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞപ്പോ രാധിക പറഞ്ഞു, അതെ അങ്ങനെയാണെങ്കിലുണ്ടല്ലോ ഈ നാട്ടിലുള്ള കുട്ടികളുടെ അച്ഛനമ്മമാർ ഇങ്ങോട്ട് വരും കേട്ടോ. ഉടനെ തന്നെ അരികിലിരുന്ന കുട്ടികളോട് രാധിക പറഞ്ഞു, അതെ മതി മതി, ഇനി നമുക്ക് നമസ്കരിച്ചിട്ട് വേഗം തിരിച്ചു പോകാം, ഇന്നത്തെ പഠനം മതി എന്ന് പറഞ്ഞ് രാധിക കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും ഫോട്ടോ എടുക്കാനായി വരുൺ ശ്രമിച്ചു. അപ്പോഴേക്കും വരുൺ പറഞ്ഞു, അതെ പോകല്ലേ, ഞാൻ ഒന്ന് രണ്ട് ഫോട്ടോ കൂടി എടുത്തോട്ടെ എന്ന് പറഞ്ഞപ്പോ രാധിക പറഞ്ഞു, അതെ തന്നോടല്ലേടോ ഫോട്ടോ എടുക്കലെന്ന് പറഞ്ഞേ, ഇനിയും താ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ ഈ കുട്ടികളുടെ അച്ഛന്മാരിങ്ങോട്ട് വരും കേട്ടോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് രാധിക കുട്ടികളെയും വിളിച്ച് അവിടുന്ന് നടന്നുപോയി. അപ്പോഴാണ് രാധികയുടെ കാലിൽ നിന്ന് ആ കൊലുസ് വേഗം അവിടേക്ക് തെറിച്ചു വീണത്. അത് വരുൺ കാണാനിടയാകുന്നു. വരുൺ ഉടനെ തന്നെ രാധികയുടെ കാലിൽ നിന്ന് അഴിഞ്ഞു വീണ ആ കൊലുസ് ഓടി വന്നെടുത്തു. അത് കയ്യിലെടുത്തിട്ട് രാധികയെ പിന്നിൽ നിന്ന് വരുൺ വിളിച്ചു, ഹലോ എന്ന് വിളിച്ചിട്ടും ആ വിളി കേൾക്കാൻ നിൽക്കാതെ രാധിക കുട്ടികളെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. രാധികയുടെ കളഞ്ഞു കിട്ടിയ ആ കൊലുസ് കയ്യിലെടുത്തുകൊണ്ട് വരുൺ അവിടുന്ന് പുഞ്ചിരിയോടെ മടങ്ങി. അതിനുശേഷം വീട്ടിൽ മടങ്ങിയെത്തിയ രാധിക വൈകിട്ട് കിടക്കാനായി പ്രാർത്ഥനയ്ക്ക് ശേഷം കിടക്കാൻ തുടങ്ങുമ്പോൾ വരുണിന്റെ മുഖമാണ് രാധികയുടെ മനസ്സിലേക്ക് വന്നത്. വരുൺ തന്റെ അരികിലേക്ക് ഓടിയെത്തി ഓരോ ഫോട്ടോകൾ പകർത്തിയതും അതുപോലെ തന്നെ വരുൺ രാധികയോട് പറഞ്ഞ ആദ്യ വാക്ക് തന്നെ കാണാൻ സുന്ദരിയാണെന്നും പിന്നെ അങ്ങനെ ഭംഗിയുള്ളതൊക്കെ തന്റെ ക്യാമറയിൽ പകർത്തിയെടുക്കുന്നത് ഈ ക്യാമറയുടെ പ്രത്യേകതയാണെന്നൊക്കെ വരുൺ പറഞ്ഞതും ഓരോ തവണയും വരുൺ തന്റെ ഫോട്ടോ എടുത്ത ആ നിമിഷങ്ങളെല്ലാം ഓർത്തുകൊണ്ട് രാധിക പുഞ്ചിരിയോടെ കിടന്നു. അപ്പോഴാണ് പെട്ടെന്ന് വാതിൽ വന്ന് മുട്ടിയത് പ്രിയങ്ക. ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് പ്രിയങ്ക ബഹളം വെച്ചു. പെട്ടെന്ന് വാതിൽ തുറന്നതും പ്രിയങ്ക അകത്തേക്ക് വന്ന് രാധികയുടെ ബെഡിലേക്ക് വന്നിരുന്നു. എന്തു പറ്റിയില്ലേ എന്ന് പ്രിയങ്കയോട് രാധിക ചോദിച്ചപ്പോ പ്രിയങ്ക ചോദിച്ചു, ചേച്ചി എന്നോട് പിണക്കമാണോ? അത് കേട്ടതും രാധിക ഒന്നും മിണ്ടാതെ മുഖം കറുപ്പിച്ച് വെക്കുമ്പോ പ്രിയങ്ക പറഞ്ഞു, അല്ല ഞാൻ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞത് ചേച്ചിക്ക് വല്ലാതെ വിഷമമായോ? ഉടനെ രാധിക പറഞ്ഞു, അല്ല ഞാനിനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവകാശത്തിന്റെ അധികാരത്തിന്റെയും കാര്യങ്ങളൊക്കെ നീ പറയും, വെറുതെ എന്തിനാ അങ്ങനെ ഒരു സംസാരം എന്ന് പറഞ്ഞപ്പോ രാധികയോട് പ്രിയങ്ക പറഞ്ഞു, ചേച്ചിക്ക് അറിയാവല്ലോ എന്റെ സ്വഭാവം, അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. എന്തിനാ ഞാൻ അച്ഛനോടും അമ്മയോടും വരെ അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ചേച്ചി കേട്ടിട്ടുള്ളതല്ലേ എന്ന് പ്രിയങ്ക ചോദിക്കുന്നത് കേട്ട് രാധിക പറഞ്ഞു, എങ്കിലും മോളെ നീ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് നീ ഇനിയെങ്കിലും ഒന്ന് പറയുന്ന അനുസരിക്കണം എന്ന് പറഞ്ഞപ്പോ രാധിക അങ്ങനെ പറഞ്ഞ് പ്രിയങ്കയെ വീണ്ടും ഉപദേശിക്കാൻ തുടങ്ങിയത് കേട്ട് രാധിക അരികിലേക്ക് എത്തി. പ്രിയങ്ക പറഞ്ഞു, ദേ ചേച്ചി എന്നോട് പിണങ്ങി ഇനി ഇരിക്കരുത്, ചേച്ചി ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത്, അതുകൊണ്ട് എന്റെ പൊന്ന് ചേച്ചിയല്ലേ എന്നോട് പിണങ്ങിയിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് രാധികയെ സോപ്പിട്ട് അങ്ങനെ നിൽക്കുമ്പോ രാധിക ചോദിച്ചു, ശരി ഇപ്പൊ എനിക്ക് പിണക്കമൊന്നുമില്ല, നീ പോയി കിടക്കാൻ നോക്ക്. അപ്പോഴേക്കും രാധികയോട് പ്രിയങ്ക പറഞ്ഞു, ചേച്ചി ഒരു ഉപകാരം ചെയ്യണം. പെട്ടെന്ന് രാധിക
കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, അയ്യോ ഇനി എന്നോട് ഒരു ഉപകാരത്തിന്റെയും കാര്യം നീ പറയരുത്. ഇനി എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല. കാരണം നിന്നെ ഞാൻ പലപ്പോഴും സഹായിക്കുന്നുണ്ട്. ആ സഹായമൊക്കെ അവസാനം അത് എന്റെ പ്രശ്നമായി തന്നെ എന്റെ കുറ്റങ്ങളായി എന്റെ തലയിൽ വന്ന് കയറാറാണ് പതിവ്. അതുകൊണ്ട് ഇനി ഒരു സഹായത്തിന് ഞാനില്ല എന്ന് രാധിക കൈകൂപ്പി പറഞ്ഞത് കേട്ട് പ്രിയങ്ക പറഞ്ഞു, അയ്യോ ചേച്ചി, ചേച്ചിക്ക് അറിയാവല്ലോ എനിക്ക് ഓഡീഷനുള്ള കാര്യം. കഴിഞ്ഞ ദിവസം ഞാനൊരു ഫോട്ടോഷൂട്ടിന് പോയ വിവരം ചേച്ചിക്ക് അറിയില്ലേ? ചേച്ചി അവര് നാളെ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കും. ഞാൻ ലാൻഡ് ഫോണിന്റെ നമ്പറല്ലേ കൊടുത്തിരിക്കുന്നത്, എനിക്ക് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നാളെ അവർ ഓഡീഷൻ റിസൾട്ട് ഇവിടെ ഫോണിലേക്ക് വിളിച്ച് പറയും. അപ്പോൾ നാളെ ആ സമയത്ത് ഞാൻ കോളേജിൽ പോയിരിക്കുമായിരിക്കുമല്ലോ. അതുകൊണ്ട് ചേച്ചി ആ കോൾ ഒന്ന് അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് അവരെന്താ പറഞ്ഞെന്ന് ഞാൻ വരുമ്പോൾ ചേച്ചി എന്നോടൊന്ന് പറയണം. അത് കേട്ടതും രാധിക പറഞ്ഞു, ഏയ് എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാനൊന്നും അത് ചെയ്യില്ല എന്ന് പറഞ്ഞ് രാധിക ബഹളം വെച്ച് അവിടെ പോയിരിക്കുമ്പോ പ്രിയങ്ക വേഗം വന്ന് രാധികയുടെ തോളിൽ തലതെ ചേർത്ത് വെച്ച് പറഞ്ഞു, എന്റെ പൊന്നു ചേച്ചിയല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു പോകട്ടെ എന്റെ ചേച്ചി. അതിനുവേണ്ടിയല്ലേ ഞാനീ പറയുന്നത്. എന്റെ സ്വപ്നങ്ങൾ എന്താന്ന് ചേച്ചിക്ക് അറിയാവുന്നതല്ലേ. ഈ വീട്ടിൽ എന്നെ സഹായിക്കാൻ ചേച്ചി മാത്രമല്ലേ ഉള്ളൂ. എന്റെ സ്വപ്നങ്ങളെ കുറിച്ച് അറിയാവുന്നതും ചേച്ചിക്കല്ലേ. അതുകൊണ്ട് ഇത്തവണത്തേക്ക് കൂടി എന്നെ ഒന്ന് സഹായിക്കുക ചേച്ചി. ഇനി ഞാൻ ഒരു സഹായം ചോദിക്കില്ല. ഇത് ലാസ്റ്റ്. എന്ത് ചേച്ചി, എന്നെ ഇത്തവണയ്ക്ക് ഒന്ന് രക്ഷിക്കുക ചേച്ചി എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പ്രിയങ്ക കാല് പിടിക്കും വരും രാധികയോട് പറഞ്ഞു. അവസാനം രാധിക മനസ്സോടെ ശരി, ഞാൻ സമ്മതിച്ചു, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോ രാധികയോട് വീണ്ടും പ്രിയങ്ക പറഞ്ഞു, നാളെ ചേച്ചി മറ്റെങ്ങും പോകരുത്, ഫോണിന്റെ അടുത്ത് തന്നെ ഉണ്ടാകണേ എന്ന് പറഞ്ഞപ്പോ ശരി, നീ പോയി കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞ് രാധിക പ്രിയങ്കയോട് പോയി കിടന്നോളാനായി പറഞ്ഞു. പ്രിയങ്ക അവിടെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോ രാധിക ബെഡിലേക്ക് കിടക്കാനായി കയറിയിരിക്കുമ്പോഴാണ് തന്റെ ഇടതേ കാലിലെ ആ കൊലുസ് വലത്തെ കാലിലെ കൊലുസ് കാണാതെ പോയ വിവരം ശ്രദ്ധിച്ചത്. അയ്യോ എന്റെ കൊലുസ് എന്ന് പറഞ്ഞ് രാധിക വേഗം അവിടെ എല്ലായിടത്തും നോക്കി. എന്താ ചേച്ചി, എന്ത് പറ്റി എന്ന് പ്രിയങ്ക ചോദിച്ചപ്പോ, അല്ല എന്റെ കാലിലൊരു കൊലുസ് കാണുന്നില്ല എന്ന് പ്രിയങ്കയുടെ വിഷമത്തോടെ രാധിക പറഞ്ഞു. ഉടനെ പ്രിയങ്ക ചോദിച്ചു, ഓ അത് വെള്ളിക്കൊലുസല്ലേ, അത് പോയെങ്കിൽ പോട്ടെ ചേച്ചി എന്ന് പറഞ്ഞപ്പോ രാധിക പറഞ്ഞു, എന്നാലും ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അതെവിടെ പോയി കാണാം എന്ന് ആലോചിച്ച് വിഷമത്തോടെ തന്റെ കാലിൽ നിന്ന് നഷ്ടപ്പെട്ട ആ കൊലുസിനെ കുറിച്ച് ഓർത്ത് കാലം തഴുകിക്കൊണ്ട് അങ്ങനെ വിഷമത്തോടെ ബെഡിലിരിക്കുകയാണ് രാധിക. അപ്പോഴാണ് രാധികയുടെ കാലിൽ നിന്ന് കളഞ്ഞു കിട്ടിയ ആ കൊലുസും കയ്യിൽ പിടിച്ച് വരുൺ തന്റെ റൂമിലിരുന്ന് അങ്ങനെ ആ കൊലുസിലേക്ക് തന്നെ നോക്കി രാധികയെ കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ ബൈജു അവിടേക്ക് എത്തി. ബൈജുവിനെ കണ്ട ഉടനെ വരുൺ വിളിച്ചു, ബൈജു അതെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേടാ ബിജുവേ, ഞാൻ എന്റെ സ്വപ്നത്തിൽ കാണുന്ന എന്റെ ഒരു സ്വപ്നസുന്ദരിയെ കുറിച്ച്, ആ സ്വപ്നസുന്ദരിയെ ഞാൻ കണ്ടുമുട്ടിയടാ ഈ നാട്ടിൽ വെച്ച്. അത് കേട്ടതും ബിജു പറഞ്ഞു, അങ്ങനെയോ? അതെ, നിനക്ക് കാണേണ്ട ആളെ എന്ന് ചോദിച്ചപ്പോ ബിജു പറഞ്ഞു, ആഹാ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ കാണണല്ലോ, അതും ഈ നാട്ടിൽ തന്നെ ഉള്ള ആളാണെങ്കിൽ. അത് കാണാതെ പറ്റില്ലല്ലോ, എന്നാ ഒന്ന് കാണിച്ചേ എന്ന് പറഞ്ഞു ബിജു വേഗം വന്നതും തന്റെ ലാപ്പിൽ രാധികയുടെ ഫോട്ടോകൾ പകർത്തി വെച്ചിരിക്കുന്ന ആ വിഷ്വൽസ് ബിജുവിനെ കാണിക്കുകയാണ് വരുൺ. ഉടനെ ബിജു ആ ഫോട്ടോകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിലൊന്നും തന്നെ മുഖം കൃത്യമായി കാണാത്തത് കൊണ്ട് ബിജു ചോദിച്ചു, ഇതാണോ, ഇതിലേതാ, ഇത് കുറെ കുട്ടികളുണ്ടല്ലോ, ഈ പിള്ളേരാണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അത് ക്യാമറയിൽ തന്റെ മുഖം പകർത്തിയെടുക്കാതിരിക്കാനായി കൃത്യമായി കൈകൾ ആ ക്യാമറ കണ്ണിന് മുന്നിൽ തന്നെ വെച്ചതുപോലെ രാധികയുടെ ഒരു ഫോട്ടോയിലും മുഖം വ്യക്തമായി കാണാതെ പോകുന്നു. അതുകൊണ്ട് ഉടനെ വരുൺ പറഞ്ഞു, ഇത് അവളുടെ കണ്ണുകളാണ് എന്ന് പറഞ്ഞതും ശരി, ഈ ഒറ്റ കണ്ണ് വെച്ചാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. എന്റെ വരുണെ, ഇതാണോ നീ ഫോട്ടോഗ്രാഫിയിൽ വലിയ ആളാണെന്ന് പറഞ്ഞത്? ഈ ഫോട്ടോഗ്രാഫിയാണോ നീ ഈ ലോകം ചുറ്റി നടന്ന് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ വരുൺ പറഞ്ഞു, ഓ അതെ, ഫോട്ടോയിലല്ലേ അവളുടെ മുഖം കാണാതെ പറ്റത്തുള്ളൂ. അതെ, അങ്ങനെ എന്റെ ഫോട്ടോഗ്രാഫിയെ കുറിച്ചൊന്നും നീ കളിയാക്കി പറയേണ്ടതില്ല. നാളെ അവൾ അവിടെ തന്നെ വരും. ഒരു കൂട്ടം കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാനായി വരുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ അവൾ വരും. അത് കേട്ടതും ബിജു ചോദിച്ചു, അല്ല ഇനി നീ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ടും ഇനി ചിലപ്പോ അവൾ അവിടേക്ക് വന്നില്ലെങ്കിലോ എന്ന് ചോദിച്ചപ്പോ വരുൺ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ തന്നെ അവളെ കണ്ടിട്ട് ഒരു അമ്പലവാസിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ അടുത്തുള്ള ക്ഷേത്രത്തിൽ അവൾ വന്നിരിക്കും, അത് തീർച്ചയാണ്. അത് കേട്ടതും ബിജു പറഞ്ഞു, ശരി നാളെ കാണാം. അല്ല ഇപ്പൊ നീ പറഞ്ഞതുപോലെ അമ്പലവാസിയാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇനി നാളെ അവൾ അമ്പലത്തിലും വന്നില്ലെങ്കിലോ എന്ന് ചോദിച്ച് ബിജു അവിടുന്ന് പോകുന്നു. അതെ, ഞാൻ തൽക്കാലം പോട്ടെ കേട്ടോ, നീ ആലോചിച്ചോണ്ടുകൂടി ഇരുന്നോ എന്ന് പറഞ്ഞ് വരുൺ ബിജു പറഞ്ഞത് കേട്ട് വരുൺ വളരെ സന്തോഷപൂർവ്വം റൂമിലേക്ക് പോയിരുന്നു. വരുണിന്റെ മനസ്സ് മുഴുവൻ
ആ രാധികയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഓരോ തവണയും താൻ കണ്ട ആ നിമിഷങ്ങൾ, രാധിക തന്നെ നോക്കിയതും ഒക്കെ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വരുൺ ആ ഒരു രാത്രി കഴിച്ചുകൂടി. പിറ്റേന്ന് രാവിലെ ദേവനാരായണൻ ക്ഷേത്രത്തിലേക്ക് പോകാതെ കണക്കും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കി അവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത് കണ്ട് അവിടേക്ക് രാധിക എത്തി. രാധിക വരുന്നത് കണ്ട് ദേവനാരായണൻ ചോദിച്ചു, എന്താ മോളെ എന്ന് ചോദിച്ചപ്പോ അവിടുത്തെ ആ ചെയറിൽ ചെന്നിരുന്നിട്ട് രാധിക പറഞ്ഞു, ഒന്നുമില്ല അച്ഛാ, വെറുതെ അച്ഛൻ എഴുതുന്നതൊക്കെ ഒന്ന് നോക്കിയതാ എന്ന് പറഞ്ഞു. ദേവനാരായണൻ ചിരിച്ചുകൊണ്ട് അതെല്ലാം നോക്കിയിരിക്കുന്നത് കണ്ട് രാധികയെ നോക്കി. എന്നിട്ട് ഇത്രയും നേരമായിട്ടും കോളൊന്നും വരാത്തതുകൊണ്ട് തന്റെ ശ്രദ്ധ മുഴുവൻ ആ ലാൻഡ് ഫോണിലേക്ക് തന്നെ കേന്ദ്രീകരിച്ച് രാധികയായിരുന്നു. അപ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്ന കേട്ടതും ദേവനാരായണൻ അത് എടുക്കാൻ തുടങ്ങുമ്പോൾ രാധിക ചാടി പറഞ്ഞു, വേണ്ട അച്ഛനോട് ഇന്ന് ഇരിക്കോ, ഞാൻ പോയി എടുത്തോളാം എന്ന് പറഞ്ഞ് രാധിക വേഗം കോൾ എടുത്തതും ദേവനാരായണനുള്ള കോളാണെന്ന് മനസ്സിലായതോടെ അച്ഛനെ വിളിക്കുന്നോ. ഉടനെ ദേവനാരായണൻ എഴുന്നേറ്റ് വന്ന് കോൾ എടുത്തു. സംസാരിക്കുന്നതിനിടയിൽ ദേവനാരായണൻ പറഞ്ഞു, ശങ്കര, ഇന്ന് ഞാൻ ഈ ക്ഷേത്രത്തിലേക്കില്ല, കുറച്ച് എഴുതാനുണ്ട് എന്ന് പറഞ്ഞപ്പോ ശങ്കരൻ എന്തോ അത്യാവശ്യമായിട്ട് പണം കൊടുക്കേണ്ട കാര്യം, ചിട്ടിപ്പിരിവ് കൊടുക്കേണ്ട കാര്യം പറഞ്ഞതുപോലെ ദേവനാരായണൻ പറഞ്ഞു, എന്നാ ശരി, ശങ്കരൻ അവിടെ തന്നെ നിന്നോ, ക്ഷേത്രത്തിൽ തന്നെ നിന്നോ, ഞാനേ മോളെ അങ്ങോട്ട് പറഞ്ഞയക്കാം, മോളുടെ കയ്യിൽ കൊടുത്തു വിട്ടേക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. ദേവനാരായണൻ ഉടനെ രാധികയെ നോക്കി പറഞ്ഞു, മോളെ രാധികയെ, നീ എന്തായാലും നമ്മുടെ ക്ഷേത്രം വരെ ഒന്ന് പോണം. അയാൾ ചിട്ടിപ്പിരിവ് കൊടുക്കുന്ന കാര്യം മറന്നുപോയി. അയാളാണെങ്കിൽ ക്ഷേത്രത്തിൽ വന്ന് കാത്തു നിൽക്കുക. ഉച്ചയ്ക്ക് ശേഷം ഞാൻ പോകുന്നുമില്ലല്ലോ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ, മോൾ ഈ പണം കൊണ്ടുപോയി അങ്ങ് കൊടുത്തിട്ട് വാ എന്ന് പറഞ്ഞു. അത് കേട്ടതും രാധിക ചോദിച്ചു, അച്ഛാ, ഞാൻ ഇപ്പൊ തന്നെ പോണോ എന്ന് ചോദിച്ചപ്പം, പിന്നെ ഇപ്പൊ അവിടെ കാത്തു നിൽക്കുകയല്ലേ, അല്ലെ, മോളെന്താ ഇപ്പൊ പോകാൻ, മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ രാധിക പറഞ്ഞു, അല്ലച്ചാ, എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലികൾ കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ അവിടേക്ക് ദേവനാരായണന്റെ അമ്മ എത്തിയിട്ട് പറഞ്ഞു, അടുക്കളയിൽ എന്ത് ജോലി ഉണ്ടെന്നാ പറഞ്ഞത് നീ, അതെ, ആദ്യം പറയുന്നത് അനുസരിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോ ദേവനാരായണൻ പറഞ്ഞു, അമ്മേ, മോള് അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ, അവള് പൊയ്ക്കോളും, ഇത് കൊണ്ട് കൊടുത്തേക്കട്ടോ മോള് എന്ന് പറഞ്ഞ് പണം രാധികയുടെ കയ്യിലേക്ക് കൊടുത്തതും രാധിക അത് വാങ്ങിച്ച് അവിടെ നിന്ന് പോകാൻ ആകെ ടെൻഷനോടെ ഒന്നുകൂടി പിന്തിരിഞ്ഞ് ആ ടെലിഫോണിലേക്ക് നോക്കി. രാധികയുടെ നിപ്പും മട്ടും കണ്ടതോടെ വീണ്ടും ദേവനാരായണന്റെ അമ്മ ദേഷ്യത്തോടെ രാധികയെ നോക്കുന്നു. ഉടനെ ദേവനാരായണൻ പറഞ്ഞു, മോള് അവിടെ വരെ ചെന്നിട്ട് ക്ഷേത്രത്തിൽ കയറി ഭാസിയെ കൂടി കണ്ടിട്ടെങ്കിൽ പോരണം കേട്ടോ എന്ന് പറഞ്ഞു. ശരിയച്ച എന്ന് പറഞ്ഞ് രാധിക അവിടുന്ന് പോകുമ്പോ പെട്ടെന്ന് ദേവനാരായണന്റെ അമ്മ ദേഷ്യപ്പെട്ടു. ദേവനാരായണ, നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇപ്പോ ക്ഷേത്രത്തിലൊന്നും അവളെ അടുപ്പിക്കണ്ട എന്ന് പറഞ്ഞിട്ടും എന്താ നീ അതൊന്നും കേൾക്കാത്തത്, മറ്റുള്ളവർ എല്ലാം പറഞ്ഞിട്ടും നിനക്ക് മാത്രമാണെന്നൊന്നും ചെവി കയറി വരാത്തത് എന്ന് ചോദിച്ച് ദേവനാരായണനോട് അമ്മ ദേഷ്യപ്പെടുമ്പോ ദേവനാരായണൻ പറഞ്ഞു, ആളുകൾ അതൊക്കെ പറഞ്ഞോട്ടമ്മേ, അതൊന്നും കാര്യാക്കണ്ട എന്ന് പറഞ്ഞു. അതൊന്നും ഇഷ്ടപ്പെടാതെ ദേവനാരായണന്റെ അമ്മ അകത്തേക്ക് പോന്നു. അപ്പോഴാണ് വരുണും ബിജുവും കൂടിയും രാധികയും കുട്ടികളും നൃത്തം അഭ്യസിച്ച ആ പുഴയോരത്ത് എത്തി. അവിടെ വന്ന് ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ വരുൺ നിൽക്കുന്നത് കണ്ട് ബിജു ചോദിച്ചു, എടാ, നിന്റെ ഈ സ്വപ്നസുന്ദരി ആകാശത്താണോടാ എന്ന് ചോദിച്ചപ്പോ വരുൺ നോക്കി. അപ്പോഴേക്കും വീണ്ടും ദേഷ്യത്തോടെ വരുണിനോട് ബിജു പറഞ്ഞു, അത് ശരി, കൊള്ളാലോ, നല്ല സ്ഥലം, ഇവിടെയാണോ നിന്റെ സ്വപ്നസുന്ദരി വന്നിരുന്നത് എന്നൊക്കെ ബിജു കളിയാക്കി അന്വേഷിച്ചു. അപ്പോഴേക്കും വരുൺ പറഞ്ഞു, അതെ, നിനക്ക് ഞാൻ കാണിച്ചു തരാം, പോരെ, നീങ്ങി വാ, എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ബിജുവിനെയും വിളിച്ചുകൊണ്ട് വരുൺ വേഗം ആ പാറപ്പുറത്തിരുന്ന് മീൻ പിടിക്കുന്ന ചേട്ടന്മാരെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ചേട്ടന്മാരുടെ അരികിലേക്ക് എത്തി. ആ പുഴയോരത്ത് അവർ മീൻ പിടിക്കാനായി ശ്രമിച്ച് ചൂണ്ടയിട്ടിരിക്കുന്നത് കണ്ട് വരുൺ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, അല്ല ചേട്ടാ, ഇവിടെ ഈ ഡാൻസ് കളിക്കാനായി വരുന്ന കുറെ കുട്ടികൾ ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഇവിടെ ഡാൻസ് കളിക്കാൻ പല ആളുകളും വരാറുണ്ട്, അതിൽ ആരുടെ കാര്യമാണ് ചോദിച്ചത്. ഉടനെ വീണ്ടും വരുൺ, അല്ല, ആളുടെ പേരെന്താ എന്നൊക്കെ വരുണിനോട് ആ ചേട്ടൻ അന്വേഷിച്ചു. അപ്പോഴേക്കും ആ ചേട്ടനെ നോക്കി വരുൺ പറഞ്ഞു, അതെ ചേട്ടാ, നല്ല ഉണ്ട കണ്ണൊക്കെയുള്ള, നല്ല ഭംഗിയുള്ള, നല്ല വിടർന്ന മുഖമുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത് എന്ന് വരുൺ അരികിലേക്ക് എന്ന് പറയുമ്പോൾ അയാൾ ദേഷ്യത്തോടെ വരുണിനെ നോക്കുന്നു. നീ ഉണ്ടക്കണ്ണെന്ന് പറഞ്ഞപ്പോ ആ ചേട്ടന്റെ കണ്ണുകൾ ശരിക്കും നിന്നെ നോക്കി ഉണ്ടക്കണ്ണുകൾ പോലെ തന്നെയായിരുന്നു എന്ന് വരുണിനോട് ബിജു പറഞ്ഞു. ഉടനെ തന്നെ ബിജു അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ട് വരുൺ പറഞ്ഞു, അതെ ചേട്ടാ, ഞാൻ അന്വേഷിച്ചു വന്ന വേറൊന്നും കൊണ്ടല്ല, ഇന്നലെ ആ കുട്ടിയുടെ ഒരു കൊലുസ് ഇവിടെ കളഞ്ഞു കിട്ടിയിരുന്നു, അത് ആ കുട്ടിക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അപ്പുറത്തു നിന്ന മറ്റൊരു ചേട്ടൻ കൂടി അവിടേക്ക് എത്തി. എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ
അല്ല ഇവന്മാര് ഇവിടെ വന്ന് ഡാൻസ് കളിക്കുന്ന കുട്ടികളുടെ പേരും അവര് ആരാണെന്നൊക്കെ അന്വേഷിക്കുന്നു. അത് കേട്ടതും ആ ചേട്ടൻ വന്ന് പറഞ്ഞു, ദേ മര്യാദയ്ക്ക് ഇവിടെ ഇതിലേ നടന്നോ, അതാ നിനക്ക് നല്ലത്. പൂവാലന്മാരാണല്ലേ ഇങ്ങനെ ഓരോ വേലത്തരങ്ങളുമായിട്ട് നീയൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാറുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പം ഉടനെ വരുൺ തന്റെ കയ്യിൽ നിന്ന് ആ കൊലുസ് എല്ലാരെയും കാണിച്ചു. അയ്യോ ചേട്ടാ ഞാൻ വെറുതെ പറഞ്ഞതല്ല എന്ന് പറഞ്ഞതും, ദേ മര്യാദയ്ക്കൊക്കെ ഇവിടുന്ന് പോയില്ലെങ്കിലുണ്ടല്ലോ നീയൊക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും, പോടാ വീട്ടില് എന്ന് പറഞ്ഞ് അവര് വരുണിനെയും ബിജുവിനെയും വിരട്ടി. അത് കേട്ടതും വരുണും ബിജുവും പേടിച്ച് അവിടെ നിന്ന് പോന്നു. അപ്പോഴേക്കും ബിജു പറഞ്ഞു, എന്തായാലും ഇപ്പൊ തലമാരൊഴിക്കാ രക്ഷപ്പെട്ടത്, ഇല്ലായിരുന്നെങ്കിലേ വാങ്ങിച്ച് കെട്ടായിരുന്നോ. അല്ല ഇനി എന്താ പ്ലാൻ? അത് കേട്ടതും വരുണും ബിജുവും കാറും എടുത്ത് അവിടെ നിന്ന് നമുക്ക് ക്ഷേത്രത്തിൽ പോയി നോക്കാം എന്ന് പറഞ്ഞ് വരുൺ പുറപ്പെട്ടു. പിന്നീട് ദേവനാരായണൻ കണക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടത്. ഉടനെ തന്നെ ദേവനാരായണൻ കോൾ അറ്റൻഡ് ചെയ്തതും പ്രിയങ്ക പറഞ്ഞ ഓഡീഷൻ സെന്ററിൽ നിന്നായിരുന്നു വിളിച്ചിരുന്നത്. അതെ ഇത് പ്രിയങ്കയുടെ വീടല്ലേ എന്ന് ചോദിച്ചതും, അതെ പ്രിയങ്കയുടെ വീടാണല്ലോ, പ്രിയങ്കയുടെ കയ്യിലൊന്ന് കൊടുക്കുവോ എന്ന് അയാൾ ചോദിച്ചു. അപ്പോഴേക്കും ഉടനെ ദേവനാരായണൻ പറഞ്ഞു, പ്രിയങ്ക കോളേജിൽ പോയിരിക്കുകയാണല്ലോ, ആരാ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, അതെ പ്രിയങ്ക കഴിഞ്ഞ ദിവസം ഒരു ഓഡീഷൻ വന്നിട്ടുണ്ടായിരുന്നു, ആ കുട്ടിയെ അടുത്ത സിനിമയിലേക്ക് സെലക്ട് ചെയ്തു എന്ന് പറയാനാ വിളിച്ചത്. അതുകൊണ്ട് ഉടനെ തന്നെ ഫൈനൽ ഓഡീഷൻ ഉണ്ട് മറ്റന്നാൾ, അതില് വന്ന് കുട്ടിയോട് പങ്കെടുക്കണം എന്ന് പറയാനാ വിളിച്ചത് എന്നറിയിച്ചു. അത് കേട്ട ഉടനെ ദേവനാരായണൻ പറഞ്ഞു, ഏയ് എന്റെ കുട്ടി അങ്ങനെ അതിനൊന്നും പോകുന്ന ആളല്ല, നിങ്ങൾക്ക് ചിലപ്പോ ആള് മാറിയതായിരിക്കും എന്ന് പറഞ്ഞപ്പോ, അല്ല പ്രിയങ്കയുടെ അച്ഛൻ ഒരു ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന ദേവനാരായണനല്ലേ എന്ന് ചോദിച്ചപ്പം, അതെ അതെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് തെറ്റിയിട്ടൊന്നുമില്ല, ആ കുട്ടി നിങ്ങളുടെ മകൾ തന്നെയാണ്, എന്തായാലും മഹാഭാഗ്യമാണ് നിങ്ങളെ തേടി വന്നിരിക്കുന്നത് കേട്ടോ, എന്തായാലും മോള് വന്നു കഴിയുമ്പോൾ ഞങ്ങളെന്ന് വിളിക്കാൻ പറയണേ എന്ന് പറഞ്ഞ് അയാൾ ഫോൺ വെച്ചതും ദേവനാരായണൻ ആകെ ആശങ്കയിലായി. പ്രിയങ്ക ഇങ്ങനെ ഒരു കാര്യം ചെയ്യുവോ എന്നറിയാനേ വേഗം തന്നെ ദേവനാരായണൻ ഫോൺ വെച്ചിട്ട് യശോദേ യശോദേ എന്ന് ഉറക്കെ വിളിച്ചു. അപ്പോഴേക്കും യശോദ വേഗം പുറത്തേക്കെത്തി. എന്താ എന്താ എന്തിനാ വിളിച്ചത് എന്ന് ചോദിച്ചു. ഉടനെ തന്നെ യശോദയുടെ ദേഷ്യത്തോടെ ദേവനാരായണൻ പറഞ്ഞു, അതെ നമ്മുടെ മോൾക്ക് പ്രിയങ്കയ്ക്ക് ഒരു ഫോൺ കോൾ വന്നിരുന്നു, അവളെ അന്വേഷിച്ച്, അവളേതോ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതും കഴിഞ്ഞ ദിവസം ഓഡീഷന് മറ്റോ പോയിരിക്കുകയായിരുന്നതും അവള് കൊണ്ടുവരുന്ന മഹാഭാഗ്യത്തെക്കുറിച്ച് അവർ വിളിച്ചു പറഞ്ഞതാ ഇപ്പോ എന്ന് പറഞ്ഞതും, അല്ല താൻ ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ, താൻ മനഃപൂർവ്വം ഇതെല്ലാം എന്നിൽ നിന്ന് മറച്ചു വെച്ചതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേവനാരായണൻ ദേഷ്യപ്പെട്ടു. അത് കേട്ടതും ഉടനെ യശോദ പറഞ്ഞു, ഏയ് ഇല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്ന് പറഞ്ഞപ്പോ ദേവനാരായണൻ ചോദിച്ചു, ആകെ നഷ്ടപ്പെടാനുള്ളത് മാനം മാത്രമേ ഉള്ളൂ, അതും ഇതോടെ ഇല്ലാതാക്കുവോ, നമ്മുടെ മകള് ഇങ്ങനെ ഓരോ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് താൻ അറിഞ്ഞുകൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോ ഉടനെ കേട്ടുനിന്ന ദേവനാരായണന്റെ അമ്മ പറഞ്ഞു, ഒരിക്കലും അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല, അല്ലെങ്കിലും അവളെ ഇങ്ങനെയൊക്കെ ആക്കിയത് ഉപദേശിച്ച് അവളെ ഈ രീതിയിലൊക്കെ ആക്കുന്നതായിരിക്കും, ഇതുപോലെയൊക്കെ അവളെ വഴിതെറ്റിച്ച് വിടുന്നത് ആ രാധിക എന്ന് പറയുന്നവള് എന്ന് പറഞ്ഞ് രാധികയെ കുറ്റപ്പെടുത്തുകയാണ് ദേവനാരായണന്റെ അമ്മ. അത് കേട്ട് നിന്ന ദേവനാരായണൻ അമ്മയുടെ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, വേണ്ട അമ്മ ഇനിയൊന്നും പറയണ്ട, രാധികയെയും പ്രിയങ്കയുടെയും സ്വഭാവം കൃത്യമായിട്ട് വേർതിരിച്ചറിയാവുന്ന ആള് തന്നെയാണ് ഞാൻ അത്ര കൊച്ചുകുട്ടിയൊന്നുമല്ല എന്ന് പറഞ്ഞ് ദേവനാരായണൻ അവിടെ നിന്ന് പോകുമ്പോ രാധിക അച്ഛൻ പറഞ്ഞിട്ട് ക്ഷേത്രത്തിനരികിലേക്ക് നടന്നു വരുന്നു. ഈ സമയത്ത് വരുൺ ക്ഷേത്രത്തിൽ വെച്ച് രാധികയെ കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയിൽ ക്ഷേത്രം ലക്ഷ്യം വെച്ച് അവിടേക്ക് എത്തുന്നു.